ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. തപസ്സുകാലം 5-ാം ഞായർ. നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്ന വചനഭാഗമാണ്. വചന പശ്ചാത്തലം: കൂടാര തിരുനാളിനോടനുബന്ധിച്ച് യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ആനയിക്കപ്പെട്ടവളാണ് പാപിനിയായ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. സ്ത്രീയെ കുറിക്കുവാൻ ഗുനെ എന്ന ഗ്രീക്ക് പദമാണ് സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വിവാഹിതയായ സ്ത്രീയെ കുറിക്കുന്ന പദമാണ്. ഫരിസേയർ യേശുവിനെ റബ്ബി അഥവാ ഗുരു എന്ന് അഭിസംബോധന ചെയ്യുന്നു. സ്ത്രീയെ യേശുവിൻ്റെ പക്കൽ കൊണ്ടുവന്ന ജനമധ്യത്തിൽ നിർത്തിയവർ ഫരിസേയരാണ്. അവർ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീ എന്തു പറയുന്നു? യേശുവിൻ്റെ എതിരാളികൾ പോലും യേശുവിനെ റബ്ബിയായും ന്യായാധിപനായും അംഗീകരിക്കുന്നു എന്ന വിരോധാഭാസം ഇവിടെയുണ്ട്. സ്ത്രീയെ ജനമധ്യത്തിൽ നിർത്തുക വഴി അവരുടെ പാപം പരസ്യപ്പെടുത്തി അവഹേളിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഈ രംഗം കുറ്റവാളിയെ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിന് സമമാണ്. യേശുവിൽ കുറ്റമാരോപിക്കുകയും അവിടുത്തെ പരീക്ഷിക്കുകയുമായിരുന്നു അവരുടെ ഗൂഢലക്ഷ്യം. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 10 മുതൽ 12 വരെയും നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 22 മുതൽ 24 വരെയും വാക്യങ്ങളിൽ ഏതെങ്കിലും പുരുഷൻ മറ്റൊരുവൻ്റെ ഭാര്യയുടെ കൂടെ ശയിച്ചാൽ രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഈ നിയമം ഇസ്രായേലിയുടെ മധ്യേ പ്രാബല്യത്തിലുണ്ടായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിലും. ഫരിസേയർ മോശയുടെ നിയമം ഉദ്ധരിച്ചത് ശരിയായിരുന്നെങ്കിലും അതിൻ്റെ പ്രയോഗത്തിൽ അവർക്ക് തെറ്റുപറ്റി. കാരണം അവർ കുറ്റം ചെയ്ത സ്ത്രീയെ മാത്രമാണ് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നത്, പുരുഷനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതുമില്ല. AD 30 ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള അധികാരം റോമൻ ഭരണാധികാരികൾ സെൻഹദ്രീൻ സംഘത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. റോമൻ ഗവർണർ മാത്രമേ വധശിക്ഷ നടപ്പാക്കുവാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18:31 കാണാം. മോശയുടെ നിയമമനുസരിച്ച് വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞ് വധശിക്ഷ നടപ്പാക്കേണ്ടതല്ലേ എന്ന് യേശുവിനോട് അവർ ചോദിച്ചപ്പോൾ യേശുവിനെ കുരുക്കുവാനുള്ള കെണിയാണ് അവർ തന്ത്രപൂർവ്വം ഒരുക്കിയത്. മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശു വിധിച്ചാൽ അത് റോമൻ നിയമത്തിനെതിരായി തീരും. റോമിനെതിരെ വിപ്ലവം പ്രസംഗിക്കുന്ന പ്രക്ഷോഭകാരിയായി മുദ്രകുത്തി റോമൻ ഭരണാധികാരികൾക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. അതുമാത്രമല്ല, ദൈവസ്നേഹത്തിൻ്റെയും ദൈവകരുണയെയും കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങളെല്ലാം വ്യർത്ഥമാണെന്ന് ഫരിസേയർക്ക് ജനമധ്യത്തിൽ അവതരിപ്പിക്കുവാനും കഴിയും. വ്യഭിചാരിണിക്ക് മോചനം കൊടുക്കണമെന്ന് യേശു വാദിച്ചാൽ യേശുവിനെ മോശയുടെ നിയമം ലംഘിക്കുന്ന മതദ്രോഹിയായി ചിത്രീകരിക്കാം ജനമധ്യത്തിൽ. യേശു ഏത് വിധി പ്രഖ്യാപിച്ചാലും യേശുവിനെ കുരുക്കണമെന്നതാണ് പ്രതിയോഗികൾ ചിന്തിച്ചത്. യേശു നേരിട്ട മറ്റൊരു ശക്തമായ പ്രലോഭനമായിരുന്നു ഇത്. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങൾ യേശുവിൻ്റെ വിരലിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ഉപമിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3:18 യഹോവയായ ദൈവം തൻ്റെ വിരൽ കൊണ്ട് കൽപ്പനകളിൽ 10 പ്രമാണങ്ങൾ രേഖപ്പെടുത്തിയതായി സൂചിപ്പിക്കുന്നു. ദാനിയേൽ പ്രവാചന പുസ്തകം 5-ാം അധ്യായം 5 മുതൽ 9 വരെയും 24 മുതൽ 26 വരെയും വചനങ്ങൾ ബെൽഷാസർ രാജാവിനെതിരായ വിധിവാചകം രാജകൊട്ടാരത്തിൻ്റെ മിനുത്ത ഭിത്തിയിൽ അജ്ഞാത കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് എഴുതുന്ന രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാവിൻ്റെ പാപങ്ങളും അവയ്ക്കെതിരായുള്ള ദൈവത്തിൻ്റെ ശിക്ഷയുമാണ് ചുവരെഴുത്ത് വെളിപ്പെടുത്തിയത്. അതുപോലെ യേശു വിരൽ കൊണ്ട് നിലത്തെഴുതിയത് എതിരാളികളുടെ പാപങ്ങളും അവരുടെ മേൽ വരാനിരിക്കുന്ന ദൈവശിക്ഷയുമാണെന്ന് കരുതാവുന്നതാണ്. അതുകൊണ്ടാകണം അവരുടെ കൈകളിൽ നിന്ന് കല്ലുകൾ താഴെ വീണത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 7-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, നിഷ്കളങ്കരോടും നീതിമാന്മാരെയും വിധിക്കരുത് എന്ന ആ വചനം യേശു ഇവിടെ ഓർമ്മിച്ചിട്ടുണ്ടാകണം. ദാനിയേൽ പ്രവാചന പുസ്തകം 13-ാം അധ്യായം 53 സൂസന്നയുടെ കഥയിൽ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ദാനിയേൽ കള്ളസാക്ഷികളുടെ നീചകൃത്യം പൊളിക്കുന്നു, സൂസന്നയെ രക്ഷിക്കുന്നു.
യേശുവിൻ്റെ മുന്നിലേക്ക് ഫരിസേയർ കൊണ്ടുവന്ന സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. നിയമത്തിൻ്റെ തലനാരിഴ കീറി മുറിച്ച് പരിശോധിച്ചാൽ പോലും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവൾ. എങ്കിലും നിയമത്തിൻ്റെ കല്ലുകൾക്ക് മുന്നിൽ കരുണയുടെ വാക്കുകൾ പൊഴിക്കുവാൻ കർത്താവിനെ കഴിയോ? യേശു പ്രത്യുത്തരിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ആരവം മങ്ങി ഫരിസേയരുടെ ആക്രോശം നിലച്ചു. അവിടം ഒരു ശസ്ത്രക്രിയ മുറിയായി മാറി. ആരോരുമറിയാത്ത ഒരു ശസ്ത്രക്രിയ, ലോകത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വീണ വാക്കുകൾ വ്യഭിചാരിണിയുടെ ജീവിതത്തെ മാത്രമല്ല, ഫരിസേയരുടെ ഹൃദയത്തെ കൂടെ കീറിമുറിച്ചു. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഈ വാക്കുകളിൽ വ്യഭിചാരിണി തൻ്റെ രക്ഷയുടെ വാഗ്ദാനം തിരിച്ചറിയുന്നു. അതേ വാക്കുകൾ തങ്ങൾ പാപികളാണ് എന്ന തിരിച്ചറിവ് ഫരിസേയർക്ക് നൽകി. ആ തിരിച്ചറിവിലാണ് അവിടെ കയ്യിൽ നിന്നും കല്ലുകൾ തറയിൽ വീണത്. ഈ നോമ്പുകാലത്ത് യേശുവിൻ്റെ വചനങ്ങളിൽ നിന്ന് രക്ഷയുടെ വാഗ്ദാനം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും ഫരിസേയരെ പോലെ പാപികളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. യേശു ആ സ്ത്രീയോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, യേശു പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക. യേശു അവളോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക. മരണത്തിലേക്ക് നടന്നെടുത്തവൾ ജീവനിലേക്ക് തിരിഞ്ഞു നടന്നു. കർത്താവിൻ്റെ കരുണ അവളെ ജീവനിലേക്ക് നയിച്ചു. ഈ നോമ്പുകാലത്ത് കരുണയുള്ള കണ്ണുകളുള്ള കർത്താവിനെ ദർശിക്കാം. ഈ നോമ്പുകാലത്ത് നാമൊക്കെ പാപികളാണെന്ന് തിരിച്ചറിവോടെ കുമ്പസാരക്കൂടുകളെ സമീപിക്കാം. പാപം നിറഞ്ഞ, മറ്റുള്ളവരെ വിധിക്കുന്ന, കുറ്റം ആരോപിക്കുന്ന ഇന്നലകളെ മറന്നുകൊണ്ട് ഒരു പുതിയ നാളെയെ പ്രതീക്ഷിക്കാം. കരുണയുള്ള കണ്ണുകളുള്ള കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.